മലയാളികളുടെ പ്രിയപ്പെട്ട സലിം കുമാറിന് വിട ചൊല്ലുകയാണ് നാട്. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രതിനിധികളുണ്ട്. ഗോപികൃഷ്ണൻ, പ്രജൻ സി കണ്ണൻ, വിഷ്ണു സുരേഷ്, ശ്രീജിത് ശ്രീകുമാരൻ എന്നിവർ ടൗൺ ഹാളിൽ നിന്നും, ഒപ്പം തന്നെ പ്രവിത ലക്ഷ്മി സലിം കുമാറിന്റെ വസതിയിൽ നിന്നും തത്സമയ വിശദാംശങ്ങളുമായി ഉണ്ടാകും. പ്രജൻ സി കണ്ണനിലേക്കാണ്. പ്രജൻ, നേരത്തെ നമ്മൾ ചില കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. എപ്പോഴും തന്റെ രാഷ്ട്രീയം എടുത്തു പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സലിം കുമാർ. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. മാലിയൻകര SN കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ മഹാരാജാസ് കോളേജിൽ വന്നപ്പോൾ അതിനൊരു ഇടവേള എടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സിനിമ താരം എന്ന നിലയിൽ സജീവമാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതിൻ്റെ സങ്കടം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സമയത്തൊക്കെ ശക്തമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഘട്ടവുമുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടതാണ്. 100 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സലിം കുമാർ. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ കണ്ടത് മുഖ്യമന്ത്രിയെ അനുമോദിക്കുന്ന പറവൂരുകാരുടെ ഒരു ചടങ്ങിൽ വച്ചായിരുന്നു. അങ്ങനെ അത്തരത്തിലേക്ക് ഒരു പൗരബോധം പ്രകടിപ്പിച്ച, മോഹൻലാൽ ഒക്കെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി തന്നെ സാമൂഹിക വിഷയങ്ങൾ നിരീക്ഷിച്ച് ആ പൗരബോധം പ്രകടിപ്പിച്ച ഒരു കലാകാരൻ എന്ന നിലയിൽ കൂടിയാണ് സലിം കുമാർ രേഖപ്പെടുത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട്. ഒരു കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വിയോഗം എന്ന രീതിയിലും ഇത് കാണുന്ന ആളുകളുണ്ട്. അങ്ങോട്ടേക്ക് അങ്ങനെയും ആളുകൾ എത്തുന്നുണ്ട്. പ്രജിൻ, തീർച്ചയായിട്ടും മനുജ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം ഇവിടെ ഈ പൊതുദർശനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ എത്തി ക്രമീകരണങ്ങൾ എന്താണ്, അതിന് വേണ്ട നേതൃത്വം നൽകിയത് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് നേരിട്ടെത്തിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്രതികരിച്ചത് ഇത് ഒരു മന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, എൻ്റെ അടുത്ത സുഹൃത്താണ്, ഉറ്റ സുഹൃത്താണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞാണ് മന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തി ഈ പൊതുദർശനത്തിൻ്റെ ക്രമീകരണങ്ങൾ ആദ്യം ഒരുക്കിയത് പോലും. ആ സമയത്ത് തന്നെ ഹൈബിയുടെ MPയും ഒക്കെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട് അന്ത്യവചനം അർപ്പിക്കാനെന്നാണ് നേരത്തെ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ പല രീതിയിൽ പല കോണുകളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റ് സംഘടനകളിൽ നിന്നുള്ള, മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരും നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. PC ചാക്കോ എത്തിയിട്ടുണ്ട്. അവിടെ മന്ത്രി PC വിഷ്ണുനാഥുമായി സംസാരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപാണ് KV തോമസ് എത്തിയത്. അങ്ങനെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനപ്പുറം വലത് ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു നിരയെ നമുക്ക് കാണാം. 2 ഡോറുകളിലായിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത്. വലത് ഭാഗത്ത് ഇപ്പോൾ ഈ മൃതദേഹത്തിൻ്റെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്നൊരു നിരയെ നമുക്ക് കാണാം. അത് ഈ നാട്ടുകാരാണ്. അവരെത്രയോ മണിക്കൂറുകളായി, നേരത്തെ 9:30ക്കാണ് ഈ പൊതുദർശനം ആരംഭിച്ചതെങ്കിലും അതിനും മുൻപേ തന്നെ ഇവിടെ എത്തിയ ഒരുപാട് പേരുണ്ട്. ഈ ഹാളിന് പുറത്തവർ കുറേ നാളുകൾ നേരമായി കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ഈ ടൗൺ ഹാളിന് പോലും അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് തവണ പല പരിപാടികൾക്കും വേണ്ടി ഈ ടൗൺ ഹാളിൽ വന്നു വലിയ ക്യൂ ആണ് അവിടെ. സലിം കുമാറിന് വിട നൽകാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയാണ്. കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ആളുകൾ സലിം കുമാറിന് വിട നൽകാനായി എത്തുന്നത് എന്നതാണ് നമ്മൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.